ആളെ മനസ്സിലല്ല, പക്ഷെ എന്റെ രേറ് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അയാൾ ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കോപ്പി വാങ്ങിക്കായിരുന്നു. ചേച്ചി ഫോട്ടോത്തിൽ ഞാനും പെട്ടിട്ടുണ്ടാവോ? ഇവിടെ കഴുത വെള്ളത്തിൽ കുത്തിമറിയുമ്പോ എങ്ങനത്തെ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈശ്വരൻ അറിയാം. തനിക്ക് എത്ര രൂപ വേണ്ടേ? 200. ഈ ആട്ടുംകട്ടം പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയെ. വിനായക നമസ്കാരം സ്വാമി. നമസ്കാരം. തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്. നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ ഒരു 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. സ്വാമി. ഇങ്ങനെ ഉരച്ചെടുക്കണ സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനെ? നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിലേക്ക് എഴുതിയതാ പിയൂന്റെ ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. ഇങ്ങ് വന്നേ. എന്തിന്? തലവനിക്ക് ടവലുണ്ട് നിന്റെ എടുത്തേ. എത്രയും പൗഡർ ഒന്നും വേണ്ട. ഇവിടെ ഫാഷൻ പരോടൊന്നുമില്ല. നീ പോയ കാശ്മീർ എടുത്തിട്ട് വന്നേ. മാനേജർ ഏതാ പിയൂൺ ഏതാന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. കൺഫ്യൂഷൻ. ഓ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് പോയക്കല്ലേ. കർത്താവ് ആവശ്യത്തിനുള്ള പുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് 2 ആൾക്ക് കൊടുത്താൽ മതി. അയ്യോ എന്താ അവിടെ? അയ്യോ താനാരാ? ഞാൻ ചാർജ് എടുക്കാൻ വന്ന പിശാച? അല്ല സാർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന. ഒരാഴ്ചയായി ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അല്ല, സാറിന്റെ മുഖത്ത് എന്ത് പറ്റി? കരിയോ? ഓ, അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ. അയ്യോ, ഞാൻ തുടച്ചു തരാം മോനെ. അയ്യോ, ഇപ്പൊ കൂടുതലായി. വേണ്ട, ഈ കുട്ടി ഇവിടുത്തെ ടൈപ്പിസ്റ്റാ. പേര് മുന്തിരി. മുന്തിരിയാ? അതെ, വജ്രലക്ഷ്മിക്ക് സാർ ഇട്ടിരിക്കുന്ന പേരാ. ഹലോ. ഞാൻ തുടച്ചു തരാം. അയ്യോ സാർ, ഞാൻ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അതെ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനൊന്നും ഇല്ല. ചില മാനേജർമാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്ത ഭീഷണിപ്പെടുത്ത ഒക്കെ ചെയ്യുന്നവര്. എനിക്കിവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെയാ. അതെ, ഞാൻ സാറിന്റെ അനി ശശി. ആ പോയത് സാറിന്റെ പെങ്ങളും. അവരെന്റെ പെങ്ങളാക്കരുത്, എന്റെ പെങ്ങളാക്കരുത്. അവര് നിന്റെ പെങ്ങള്. നീ പോയി ചായ മേടിച്ചിട്ടോടാ. സ്പെഷ്യൽ ചായ ഞാൻ മാറ്റോണ്ടോ കേട്ടാ. മോനെ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോടാ. സാറ് മുകുന്ദ സാറിനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? പിന്നെ എങ്ങനെ? എന്താ പൊതിയില്? ചായക്കുള്ള ഫ്ലാസ്ക്. ആദ്യം നീ അതിന്റെ ഉടുപ്പുണ്ടായിട്ടേ. ഈ നാട്ടുകാർക്ക് അറിയാം നീ ഇവിടെ ചായ മേടിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന്. നീ മുകുന്ദനോട് ചായ മേടിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർ മുഴുവൻ കാണട്ടെ. മോൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇതാ വരുന്നു. നിക്ക്. എടാ മോനെ ശശി. വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നും അല്ല. പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലനാ. നമ്മളെയല്ല, സാറിനെ. ഞാൻ അന്നേ പറഞ്ഞതാ. നിയമവും കണക്കൊന്നും നോക്കാതെ കള്ളപ്പേരിൽ ലോൺ കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്ന് ആള് വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്. നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്. നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെ അല്ല, ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോലെയല്ലടാ. ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ. എനിക്കൊരു മസാല ദോശയും നല്ലപോലെ മൊരിയണമെന്ന് പറഞ്ഞേക്കെ. ചായ മേടിച്ചിട്ടോടാ, ചെല്ലടാ. സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, പേടിക്കാനൊന്നും ഇല്ലെന്ന്. മുറി ഇഷ്ടായ? ഞാനിവിടെ ആദ്യം എരുമേനെ കെട്ടിരുന്ന സ്ഥല. അല്ല, അന്തോണി സാറെന്താ ഈ വേഷത്തില്? അതിപ്പോ ചേരയും പാമ്പൊന്നും അല്ലടാ. ചേര തിന്നണ നാട്ടിൽ ചെന്ന നടുക്കണ്ട നിന്നെന്ന് പറയില്ലേ? അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ? നാട് ഓടുമ്പോ നടുവേ ഓടണം എന്നൊരു പഴഞ്ചൊല്ലില്ലേ? അല്ലെങ്കിൽ സാറ് ഓടേണ്ടി വരും കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളൂ സാറേ?
എന്താ മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിൽക്കോ? അതില്ല. ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. വേണ്ട. മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്ക് ഇങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കണ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, സാറിന് കുട്ടികളില്ല കേട്ടോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ ಅವಸರ കിട്ടിയില്ലെങ്കിൽ. ಇವನ್ ಎಲ್ಲಿಗೆ ಹೋಗಿದ್ದಾನೆ? ಹೇಳಿದ ಕೆಲಸ ಮಾಡ್ಲೇ ಇಲ್ಲ, ಸೋಂಬೇರಿ. ಇವತ್ತು ಊಟ ಕೊಡಲ್ಲ ನಾನು. തമാശ കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. സാർ ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഭാര്യ പേടിച്ചിട്ടാ. ബാങ്കിൽ ക്രിസ്ത്യാനി, ഭാര്യ വീട്ടിൽ ഹിന്ദു. എന്താ പറഞ്ഞേ? അല്ല, സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. ಇಲ್ಲೇ ಇದೆಯಾ? ಊಟದಕ್ಕೆ 5 ಕೆಜಿ, ಬೇಳೆ ಅರ್ಧ ಕೆಜಿ, ಸಕ್ಕರೆ 2 ಕೆಜಿ, ಟೊಮೆಟೊ ಹಣ್ಣು ಅರ್ಧ ಕೆಜಿ, ನುಗ್ಗೆಕಾಯಿ 2, ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು, ಮೆಣಸಿನಕಾಯಿ, ಬೆಂಡೆಕಾಯಿ, ಆಲೂಗೆಡ್ಡೆ, ಈರುಳ್ಳಿ. ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാൻ. നീലവ്വ. ആ, ഇതെന്റെ ഭാര്യ നീലവ്വ. ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേക തരാ. നീലവ്വ, മുന്തിരി. ಅವಳು ಯಾರು? അതെ, ബാങ്കിന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്. അവിടെ 1.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി വെള്ളം എടുക്കാൻ വരും. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മാത്രല്ല, നിന്റെ അമ്മയുടെ പേരും മുന്തിരി. നീലവ്വ, ഇത് ആരാണെന്നറിയോ? എന്റെ മോൻ. ನಿನ್ ಮಗನ? ആ, എന്റെ പുന്നാര മോൻ. ದೇವ್ರಿ, ಶರಣಪ್ಪ ಹೇಳಿದ್ ನಿಜಾನ? ನಿನಗ್ ಬೇರೆ ಮಗನ? ഓ, നീലവ്വേ മോനല്ല, മോനെ പോലെ. ബാങ്കിൽ പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസറാ. ആൾ ഇനി ഇവിടെ തന്നെ താമസം. നീ ഹോഗി മൂരുട്ടി തകമ്പാ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം മതി. അപ്പൊ നിനക്ക് ചായ വേണ്ടേ? ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ. മുന്തിരി കരിന്തിരി എന്നൊക്കെ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചെകിട് ഞാൻ അടിച്ചു മൂളിക്കും. പറഞ്ഞേക്കാം. ഓത്തായി രാമ. ഇതാണ് സർ ശ്രാവണഗിരി ചന്ത. എല്ലാ വ്യാഴാഴ്ചയും ചുറ്റുവട്ടത്തെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തും. ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു ചന്തയൊന്നാവും സാർ ആലോചിക്കുന്നത്. ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അത് കഴിഞ്ഞാൽ സ്ഥലം കാലി. കേട്ടോ സാറേ, അമ്മയും പെങ്ങളും ഒഴിച്ച് ബാക്കി എന്തും ഇവിടെ കിട്ടും. സാർ ഇവിടെ ഒന്ന് ചുറ്റി അടിക്കുക, അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിക്കോളാം. അമ്മയും പെങ്ങളെ ഒഴിച്ച് എന്തും കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഒന്ന് പോ സാറേ. വള ಎಷ್ಟು? അത് 7 രൂപ. ചേച്ചി, എനിക്ക് ഈ പൊട്ട് വേണം. ഇത് ಎಷ್ಟು? 5 രൂപ. 5? ആ, ಹೌದು. പിന്നെ വാങ്ങിച്ചരാം. ചേച്ചി എനിക്ക് പട്ടം വേണം. പട്ടം തലക്കൊരു പൊട്ടുന്നുണ്ടല്ലോ. ആലീസോ? വേടാ, എന്നെ തിരുമ്പോ ഞാൻ ഇല്ലാണ്ടാവും. ಎಷ್ಟು? 10 രൂപ. 10 രൂപ. ചേച്ചി, ഓടോകളിൽ വായിച്ചതാ പോട്ടം പിടിച്ച ആളാ തോന്നുന്നു. ആണോ? എന്നിട്ട് എവിടെ? എന്നെ കണ്ടപ്പോ അങ്ങോട്ട് പോയി. എന്നാ എങ്ങനെ പോയെന്ന് നോക്കാം.
അതേ ശബ്ദം. 44, 45, 46, 47, 48, 49, 50. ആ ഇനി കാശാ. ഇനി കാശ് വന്നിട്ട് മതി ബാക്കി തിരുമല്. കാശോ? എന്ത് കാശ്? കാശ് എന്റെ അച്ഛൻ വരുമ്പോ ചോദിക്കും, അയാള് തരും. അണ്ണാ കാശ് താണ്ണാ. കാശോ? കാശ് എന്തിനാരാതെ? അവക്കിപ്പോ റേഡിയോ വാങ്ങിക്കണോന്ന് ഞാൻ പറഞ്ഞില്ലേ. പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും ഫസ്റ്റ് വാങ്ങി ജയിച്ച അന്ന് നിനക്കൊരു സ്വയംഭം റേഡിയോ വാങ്ങിച്ചു തരും. അതെന്നാ അപ്പ മതി. ഇന്ന് തരാന്ന് പറഞ്ഞ കാശാ. കഷ്ടമുണ്ട് കേട്ടോ. എത്ര നേരം ഞാൻ തിരുമിയതാ. ശരി 100 തരാം, പക്ഷെ ഒരു 50 തിരുമൽ കൂടി തിരുമണം. ശരി കാശാ. കാശ് വാങ്ങിച്ചിട്ട് നീ മുങ്ങോ? അണ്ണന്റെ പെങ്ങളെ വിശ്വാസം ഇല്ലേ? ഇല്ലല്ലോ. കുളിപ്പിക്കാനും തീരുമാനം ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് നിർത്താൻ പറയണില്ലാതെ. നിർത്തണം. ഇവളൊന്ന് ഇറക്കി വിട്ടിട്ട് വേണം, ഇല്ലെങ്കിൽ വന്നു കയറുന്ന പെണ്ണിനെ വച്ചേക്കോള്. പിന്നെ എനിക്ക് ചേരുന്ന ഒരു പെണ്ണിനെ ഈ ശ്രാവണഗിരിയിൽ കിട്ടാനുണ്ടോടാ? ശ്രാവണഗിരിയിലുള്ളവരൊക്കെ മര്യാദക്കാരും തറവാട്ടി പിറന്നവരുവാ. തെരുക്കൂത്തുകാരെ വേണമെന്നുള്ളവര് കൃഷ്ണഗിരി തന്നെ പോണം. പൊടി, പൊടി. എന്താ പതിവില്ലാണ്ട് ഇന്ന്? നാളെയല്ലേ വ്യാഴാഴ്ച? ബാങ്ക് മാനേജർക്ക് രജിസ്റ്റേർഡ് ഉണ്ട്. ചിട്ടിഭായി എനിക്ക് കത്തൊന്നുണ്ടോ? നിനക്കാര് കത്തയക്കാനാടാ? വേണം ഞാൻ ഒരെണ്ണം എഴുതരാം. കറക്കടാ കറക്കടാ, ആഞ്ഞ് കറക്കടാ. വേണ്ട സാർ, കറങ്ങണില്ലെങ്കിൽ കറങ്ങണ്ട. എനിക്ക് കാറ്റ് കൊള്ളണമെന്ന് തോന്നുമ്പോ ഞാൻ സാറിന്റെ ഫാന്റെ കാറ്റ് കൊണ്ടോളാം. വേണ്ട, എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുകുന്തിരിക്കും? സാറിന്റെ കാറ്റ് പോകുന്നവരെ തോന്നിയ ദിവസം പറയാതെ ഫാൻ കറക്കടാ. എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊലിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവതായി പോയി. ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക്, ഈ സാധു കുട്ടി പറയട്ടെ. ശരിയായില്ലടോ. ഇനി കുറച്ചേരം സാറ് കറക്ക്, ഞാൻ താഴെ വയ്ക്കാം. ഇത് കറങ്ങണില്ല സാറേ, മോട്ടർ കേടായിരിക്കും. അത് വിട്, പിന്നെ ശരിയാക്കാം. സാറേ, സാറിനൊരു രജിസ്റ്റേർഡ് ഉണ്ട്. ഉണ്ടാവട്ടെ, ഉണ്ടാവണല്ലോ. 2 ദിവസം മുമ്പേ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാ. എന്താ വിശേഷം? എനിക്ക് കിട്ടേണ്ട ഒരു 8 പറക്കി നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധി പേപ്പർ രജിസ്റ്റർ ആയിട്ട് വക്കീൽ എനിക്ക് നേരിട്ട് അയച്ചു തന്നതാ. അപ്പൊ എന്നെ ചെലവുണ്ട് സാർ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ഇളയപ്പം പ്രത്യേക ഒരു സാധന. താ പോവാൻ വരട്ടെ. അയ്യോ, 50ന്റെ നോട്ടാണല്ലോ, ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ കരിക്കെന്താ വില? അയ്യോ, അത് വിൽക്കാനുള്ളതല്ല. അത് ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഘവട്ട് കൊടുക്കുന്നതാ. അയ്യോ